പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഇന്ന് നോമ്പ് ആരാധനകളുടെ 30-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ആലയത്തിൽ മുട്ടുമുടക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള ശക്തി ഞങ്ങൾ ആസ്വദിപ്പാൻ ദൈവം സഹായിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളുടെ ആരാധനയിലൂടെ, വചന സന്ദേശത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ആർജിക്കുന്ന ഊർജം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. കരയേണ്ടവരെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് 107-ാമത്തെ ഗീതം, ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 107-ാമത്തെ ഗീതം, പരനെ നിൻ തിരുമുമ്പിൽ വരുന്നോരി സമയം എന്നാരംഭിക്കുന്ന 107-ാമത്തെ ഗീതം നമുക്ക് വളരെ സമർപ്പണത്തോടെ എഴുന്നേറ്റ് നിന്ന് പാടാം. പരനെ നിൻ തിരുമുമ്പിൽ വരുന്നോരി സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഉരുകി നടിയാർ നിന്നോട് യോജിച്ചിടുവാൻ തരിക നിന്നാത്മാവേ പുതുമാരി പോലെ. തരിക നിന്നാത്മാവേ പുതുമാരി പോലെ. ഞരങ്ങി ഞങ്ങളിൽ പേർക്കാർ ഇരന്നിടുന്നവനേ വരികിന്നി അടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ. വരികിന്നി അടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ. അനുഗ്രഹമുറിയിൻ പൂട്ടുകൾ താനേ തുറപ്പാൻ മനസ്സിനെ ശുവിനോടു ലയിപ്പാനായി അരുൾക. മനസ്സിനെ ശുവിനോടു ലയിപ്പാനായി അരുൾക. ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ. തുണ നീയേ നീയേ വേറിൽ അറിഞ്ഞു നൽകണമേ. തുണ നീയേ നീയേ വേറിൽ അറിഞ്ഞു നൽകണമേ. പരമാനന്ദമോദം വന്ദകമേ തിങ്ങണമേ. പരനാം നിന്നോടാനന്ദിച്ചിടുവാൻ നൽകണമേ. പരനാം നിന്നോടാനന്ദിച്ചിടുവാൻ നൽകണമേ. പരനെ നിൻ തിരുമുമ്പിൽ വരുന്നോരി സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. സങ്കീർത്തനങ്ങൾ 124 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 124.
ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. അവരെ പ്രതിനിധിയാക്കി യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖനവേദഭാഗം 1 പത്രോസ് 1-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണവുമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവിതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണയ്ക്കാം, പ്രാർത്ഥിക്കാം. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാൽ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും ബലതയുമാ പരമനി പാരിടത്തിൽ തുണയെനിക്കേശുവേ, കുറവിനില്ലതാ അനുദിനം നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ദൈവമേ, ഈ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ദൈവമേ, നോയമ്പാരാധനയുടെ കർത്താവെ 30-ാമത്തെ ദിവസം
ഞങ്ങൾക്ക് സന്ധ്യാസമയത്ത് കർത്താവെ ആലയത്തിൽ കടന്നു വന്ന് അല്പസമയം അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് അങ്ങയുടെ സനയിലായിരിക്കാനും ഞങ്ങളുടെ വന്നുപോയ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം 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 ചെയ്യുന്നപ്പാ. യാത്രയിലായിരിക്കുന്നവരെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വരേണ്ടുന്നവരെല്ലാം ദൈവമേ അല്പസമയം ദൈവസേനയെ കഴിക്കുന്ന സമയം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുമ്പോൾ മനുഷ്യനും അല്പസമയം ദൈവസേനയിൽ കടന്നു വരുവാൻ ഓരോരുത്തർക്ക് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ശാരീരികമായ ബലഹീനോടുകൂടി ഇന്ന് വരുവാൻ കഴിയാതെ ആഗ്രഹിച്ചിട്ടും വരുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഞങ്ങളിലും പലരും ബലഹീനരാണ് കർത്താവേ. ഞങ്ങളുടെ ബലഹീനകളൊന്നും ദൈവമേ കണക്കിലെടുക്കാതെ ഞങ്ങൾക്കിന്ന് കടന്നു വരുവാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓരോരുത്തരെയും അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന 2 അച്ഛന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൊച്ചുജനിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസനെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കുകയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവസാന്നിധ്യത്താൽ നിറച്ച് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, അവരെയും ദൈവവരങ്ങൾ തരുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ സഭയുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നപ്പാ. സഭയ്ക്ക് ഒരു ഉണർവിൻ്റെ കർത്താവെ കാറ്റടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കുവാൻ. അപ്രകാരം സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ് ഓരോരുത്തർക്ക് നൽകി വന്നുപോയ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാനുള്ള കൃപ അങ്ങ് പാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതുപോലെ ഞങ്ങൾ കടന്നു വരുന്നത് ഞങ്ങൾ വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട് വായിച്ച ഭാഗത്ത് ഞങ്ങൾ കേട്ടത്, കർത്താവേ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവേ, മോശയുടെ കാലത്ത് കർത്താവേ ഇന്ന് നിങ്ങളൊരു വിശുദ്ധി ഉണ്ടായാൽ നാളെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടക്കുമെന്ന് അവിടെ പറഞ്ഞല്ലപ്പാ. ജീവിതത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും അത്ഭുതങ്ങൾ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാപിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ എവിടെയൊക്കെയോ തെറ്റുകളും കുറവുകളും ഉണ്ട്. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കരുണ ലഭിക്കുമല്ലപ്പാ. അപ്രകാരം തന്നെ കരുണ ലഭിച്ചവരായി വിശുദ്ധി പ്രാപിച്ചവരായി ദൈവകൃപയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുമുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് ചുറ്റും താമസിക്കുന്നവർ, സഭയ്ക്ക് ചുറ്റുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദൈവമേ ആ സ്കൂളുകളിൽ പഠിക്കുന്നവർ, കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ SSLCയും +1ഉം +2ഉം മറ്റ് ഡിഗ്രി തലത്തിലും കർത്താവെ എഞ്ചിനീയറിംഗ് തലത്തിലും മെഡിസിൻ തലത്തിലും എല്ലാം കുഞ്ഞുങ്ങൾക്ക് പല പല പരീക്ഷകൾ നടക്കുമ്പോൾ ദൈവമേ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അവർ നല്ലവണ്ണം പഠിച്ച് മിടുക്കരായി കർത്താവെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് കർത്താവയുടെ ജീവിതങ്ങളെ ധന്യമായി തീരുവാൻ തക്കവണ്ണം തിരുമേനി അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവേ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളിൽ കർത്താവെ സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിച്ച് വരുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കലും വരവിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതുപോലെ ഞങ്ങൾക്ക് മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ചൂടിൻ്റെ കാഠിന്യമാണ് കർത്താവെ. മറ്റ് പല പല അസ്വസ്ഥതകൾ കുടുംബങ്ങളിലുണ്ട് കർത്താവെ, കുഞ്ഞുങ്ങൾക്കുണ്ട്, പ്രായമുള്ളവർക്കുണ്ട് കർത്താവെ. എല്ലാ കാലാവസ്ഥകളെല്ലാം അങ്ങ് അനുകൂലമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങനെയൊക്കെ അതിന് കഴിയും കർത്താവെ. അതുപോലെ യുദ്ധത്തിൻ്റെ ദൈവമേ പ്രയാസങ്ങളെല്ലാം മാറി ദൈവമേ ഇനിയും എല്ലാ സാധാരണ നിലകൾ വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഗ്യാസിൻ്റെ ദൈവമേ ലഭ്യത കുറവായിരിക്കുന്നത്, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നപ്പാ. അതെല്ലാം മാറി കർത്താവെ നോർമലായി തീരട്ടപ്പാ. ദൈവമേ യുദ്ധത്തിന് ഒന്നിനും ശാശ്വത പരിഹാരമല്ലല്ലപ്പാ. ദൈവമേ തമ്മിൽ വെറുപ്പാനല്ല അങ്ങ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിച്ച് തന്നത്. തമ്മിൽ സ്നേഹിപ്പാൻ തക്കവണ്ണം, കരുതുവാൻ തക്കവണ്ണം ദൈവമേ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ രാജ്യത്ത് ദൈവമേ ഇലക്ഷൻ തുടങ്ങാൻ പോകുന്നു കർത്താവെ. അതിൻ്റെ നാമനിർദ്ദേശ പത്രികകളും മറ്റും കൊടുക്കുന്ന ഒരവസ്ഥയായിരിക്കുന്നല്ലോ. സമാധാനപരമായി ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ
ദൈവമേ, ദൈവമക്കൾക്കും എല്ലാവർക്കും സ്നേഹവും സന്തോഷവും കർത്താവെ ന്യായവും നീതിയും ഉണ്ടാകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമേ, ആത്മാക്കളായിട്ടുള്ളവരെയും ചേർന്ന് കർത്താവെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, മനുഷ്യൻ്റെ ബുദ്ധിക്കല്ല, ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവെ ഓരോ കാര്യങ്ങളെയും അങ്ങ് ക്രമീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡയോസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയോസിസിന് പുതിയ തിരുമേനിമാരെ കിട്ടുവാൻ തക്കവണ്ണം ദൈവമേ അത് ശരിയാക്കി ദൈവമേ അങ്ങ് ഒരുക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. വരും ദിവസങ്ങൾ അച്ചടക്കത്തോടുകൂടി കർത്താവെ ദൈവകൃപയിൽ മുന്നേറുവാൻ എല്ലാ സഭകളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭക്കമ്മിറ്റികളെയും കമ്മിറ്റികളെയും അങ്ങ് ഒരുക്കണമേ, കൃപയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ VBS മറ്റും നടക്കുന്നു കർത്താവെ, അതെല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ സഹായിക്കണമപ്പാ. കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനത്തിൽ നിലനിൽപ്പാൻ, അവർക്ക് അതിനേക്ക് വേണ്ടിയുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളും ക്രമീകരിപ്പാൻ എല്ലാം അങ്ങൊരുക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. മുൻമഴയും പിന്മഴയും നൽകുന്ന കർത്താവെ, മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്, എന്നാൽ അത് ദോഷമായി തീരാതെ ഒരു ഇടിവെട്ടോ മിന്നലോ ഒന്നുമില്ലാതെ ദൈവമേ കൃഷികളെല്ലാം അനുഗ്രഹിക്കുകയും നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. രോഗികളായി ബലഹീനരായി ഭവനങ്ങളിലും ആശുപത്രികളുമായിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെ കരങ്ങൾ ഓരോരുത്തർക്കും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കൃപയിൽ വഹിക്കണം, കൂടെ ഇരിക്കണം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പൊന്നുകരങ്ങൾ തരുന്നു. ശക്തീകരിച്ച് ബലപ്പെടുന്നത് ഞങ്ങൾക്കാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. വചനം, ജീവനുള്ള വചനം ദൈവമേ അങ്ങാണല്ലപ്പാ. വചനം ജഡമായി തീർന്നത് യേശുക്രിസ്തു ആണല്ലപ്പാ. ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഹൃദയങ്ങളെ ഒരുക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്റെയും നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുഇഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. സന്തോഷമുള്ള എല്ലാവർക്കും കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് 467 ഗീതത്തിൻ്റെ ചില ചരണങ്ങൾ പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്നാരംഭിക്കുന്ന 467 ഗീതം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കുരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കുരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും വാണിയിൽ പാടുള്ള താണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും വാണിയിൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നതിനാൽ തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നതിനാൽ ഒന്നിനും തന്നീരാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ.
യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ അർപ്പിച്ചിരിക്കുന്ന കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. ഇത് അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ച അർപ്പിച്ചതിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ അനുഗ്രഹിച്ച് നൽകണമേ. അങ്ങ് ആകുന്ന വചനത്തെ ചിന്തിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഈ അർപ്പിച്ച കാണിക്ക ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 30-ാമത്തെ ദിവസം. നമുക്ക് ഒരുമിച്ച് ആലയത്തിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാഠമായി വായിച്ച പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിലെ 1-ാം അധ്യായം 13 മുതൽ 25 വാക്യങ്ങൾ, ചില വാക്യങ്ങൾ ഞാൻ വചനത്തെ ധ്യാനത്തിന് ഉപോദ്ബലകമായി വായിക്കുന്നു. 13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ ഒരു വാക്ക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. എന്തിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്? വരുവാനുള്ള കൃപയിൽ. 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് പറയുവാൻ കഴിയും. 19-ാം വാക്യം, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നാം വീണ്ടെടുത്തിരിക്കുന്നത്. 21-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വയ്ക്കുവാൻ വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത് എന്നാണ് പത്രോസ് പറയുന്നത്. 22-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പിൻ. ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പിൻ. 23-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ദൈവവചനമാണ് നിലനിൽക്കുന്നത്. അതിൽ ദൈവവചനത്തിൽ നിലനിൽക്കുവാനായിട്ട് ആണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, വചനം അങ്ങാണ്. അങ്ങേ ധ്യാനിക്കുവാൻ വേണ്ടതായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പെരുകുവാൻ അങ്ങ് ഈ ആലയത്തിൽ നടകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. 13-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരാകുവിൻ. അതിൻ്റെ അർത്ഥം, നമ്മുടെ പ്രവർത്തനത്തിന് ഒരുങ്ങുവിൻ. നമുക്ക് വരുവാനുള്ള മഹത്വകരമായ വീണ്ടെടുപ്പ്, രക്ഷ, അതിനെ ഓർത്തു കൊള്ളുവാൻ. ആ രക്ഷ നാം നോക്കുമ്പോൾ നാം പ്രതികരിച്ചേ മതിയാവൂ. ദൈവം നമുക്ക് കൃപ തന്നതുകൊണ്ട് നാം നമ്മുടെ മനസ്സുകളെ യേശുവിനെ സേവിക്കാൻ, ദൈവത്തെ സേവിക്കാനും
അനുസരിക്കുന്നതിന് ഒരുക്കണം. അതാണ് മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരാകുവിൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനോഭാവത്തിൽ പുതുക്കം വരിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം, നമ്മുടെ ജീവിതം പഴയ സ്വഭാവം മാറി പുതിയതായി മാറണം. അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. അങ്ങനെ പുതുക്കം വരിച്ച ഒരു മനുഷ്യനായിരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:23 അത് കാണുവാൻ കഴിയും. നമുക്ക് ഒരു പുതിയ മനസ്സ് നമുക്കുണ്ടാകും. ആ പുതിയ മനസ്സിനെ നാം ധരിക്കണം. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ഒരു പുതിയ മനസ്സ് നാം ധരിക്കണം. അങ്ങനെയാണ് നാം പ്രവർത്തനത്തിന് ഒരുങ്ങേണ്ടത്, അതായത് നിർമ്മതരായിരിക്കേണ്ടത്. നിർമ്മതരായ ഒരു വ്യക്തി, പ്രവർത്തനത്തിൽ ഒരുങ്ങിയ ഒരു വ്യക്തി എപ്പോഴും തന്നെത്താൻ നിയന്ത്രിക്കുന്നവൻ ആയിരിക്കും. തൻ്റെ ഓരോ ഭാഗവും പ്രവർത്തന സജ്ജമായിരിക്കും. അങ്ങനെ അവൻ സ്വയം നിയന്ത്രിക്കുവാൻ ദൈവസഹായത്താൽ അവൻ കഴിയും. സ്വയം നിയന്ത്രിക്കുന്ന ദൈവവചനത്തിലെ വാക്കാണ് ഇന്ദ്രിയ ജയം, ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്ന്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ വളരെയധികം പ്രാവശ്യം സ്വയം നിയന്ത്രിക്കുന്നതിന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സമൂഹം കെട്ടുകൊണ്ടിരിക്കുന്നത്, മലിനമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് പ്രാധാന്യമർഹിക്കുന്ന, മലിനമാക്കപ്പെടുന്നത് ഈ ഇന്ദ്രിയ ജയം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് വേദഭാഗങ്ങൾ പറയാനുണ്ട്, സമയക്കുറവ് മൂലം ഞാൻ പറയുന്നില്ല. സ്വയം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കുമ്പോൾ നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയും. അങ്ങനെ യേശുക്രിസ്തുവിൽ വരുവാനുള്ള കൃപയിൽ ക്രിസ്ത്യാനികളായ നാം നമ്മുടെ പ്രത്യാശ വച്ചുകൊള്ളണം എന്ന് പറയുന്നു. ഈ കൃപ ക്രിസ്തു മൂലം അവൻ ഒന്നാമത് ഈ ഭൂമിയിൽ വന്നപ്പോൾ നേരത്തെ തന്നെ വന്നു. നമ്മെ അമ്മയുടെ ഉള്ളിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ ആത്മമണ്ഡലത്തിൽ സൃഷ്ടിച്ചു എന്ന് അനേക വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ആ കൃപ അനുദിനം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഈ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ച കാര്യം നമുക്ക് ഉൽപ്പത്തി തുടക്കത്തിലേ വായിക്കുവാൻ കഴിയും. ഒടുവിൽ യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിൽ വെളിപ്പെടുമ്പോൾ അവൻ്റെ കൃപയുടെ പൂർണ്ണമായ അളവ് നിത്യതയോളം നമുക്ക് ലഭിക്കും. പാർട്ടായിട്ടുള്ള പരിശുദ്ധാത്മാവിന് നമുക്ക് ഇപ്പോൾ ലഭിക്കുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശു വെളിപ്പെടുമ്പോൾ യേശുവിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ അളവ് നിത്യതയോളം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഈ പ്രത്യാശയിൽ നിലനിൽക്കുന്നതിന് നാം നിർമ്മതരായിരിപ്പിൻ എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നാം നോക്കിയാൽ ദൈവം നമുക്ക് വലിയ ഒരു അനുഗ്രഹം തന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ ആരംഭിച്ച ഈ നോമ്പ് ആരാധനയിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമായി ഞാൻ കണക്കാക്കുന്നു, നാം ഓരോരുത്തരും കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കത് പങ്കെടുക്കുവാൻ കഴിഞ്ഞത്? ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തതുകൊണ്ടാണ്. ഇതൊരു വലിയ അനുഗ്രഹമാണ്, കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ അനുഗ്രഹത്തോടുകൂടെ അവൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം നൽകി. നാം യേശുവിനെ, ദൈവത്തെ അനുസരിക്കണം. അതാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ വായിച്ചു കേട്ടത്. വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വചനത്തെ അനുസരിക്കണം, നാം യേശുവിനെ അനുസരിക്കണം. ഒരു കുട്ടി തൻ്റെ മാനുഷികമായ പിതാവിനെ അനുസരിക്കുന്നത് പോലെ, പ്രസാദിപ്പിക്കുന്നത് പോലെ നാം അനുസരണമുള്ളവരായി നമ്മുടെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം
ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പുള്ള മോഹങ്ങളെ മാതൃകയാക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 12:2 നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പഴയ സ്വഭാവത്തെ വിട്ട് എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. യേശു പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. വിശുദ്ധരാകണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നാം അശുദ്ധിയെ ഉരിഞ്ഞു കളയണം. 2, നാം വിശുദ്ധി ധരിക്കണം. ഇത് രണ്ടും കൂടെ ഒരിക്കലും സാധ്യമല്ല. വേദഭാഗങ്ങളുണ്ട്. എഫേസ്യർക്ക് ലേഖനം 4:22 മുതലുള്ള വാക്യം, 1 തെസ്സലോനിക്കർ 4:7, തീത്തോസ് 2:11. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു ഉദ്ദേശിച്ച നാം അനുസരിക്കേണ്ട, നാം വിശുദ്ധരാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ 2 കാര്യങ്ങൾ വേണം. 1, അശുദ്ധി ഉരിഞ്ഞു കളയണം. 2, നാം വിശുദ്ധി ധരിക്കണം. വിശുദ്ധി നമ്മുടെ മാതൃകയാക്കണം. 16 പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. വേര് വിശുദ്ധമെങ്കിൽ അതിൻ്റെ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗവും വിശുദ്ധമായിരിക്കും. ദൈവം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധരായി നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധനായകയാൽ നിങ്ങൾ വിശുദ്ധരാകുമെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് ലേവ്യ പുസ്തകം 11:45, 19:2 ഈ വാക്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. നാം നമ്മുടെ സ്വർഗീയ പിതാവിനെ അനുകരിക്കണം. യേശു എന്ത് ചെയ്തോ അത് നാം അതുപോലെ അനുകരിക്കണം. നമുക്ക് ഈ ലോകത്തിൽ മാതൃകയാക്കുവാൻ യേശു മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവത്തെ യേശു വെളിപ്പെടുത്തി. ആ യേശുവിനെ നാം വെളിപ്പെടുത്തണം. അതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. മത്തായി സുവിശേഷം 5:48. യേശു ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ് നമ്മോട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാകുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ മക്കളാകുവാനല്ല. അതിനാൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധരാകുവിൻ. ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങളും വിശുദ്ധരാകുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ് ഈ പരമോന്നതമായ ലക്ഷ്യം. യേശു എന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. അപ്പോൾ നമ്മുടെ വിശുദ്ധി താരതമ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അളവുകോൽ ദൈവം മാത്രമാണ്. ഈ ദൈവത്തെ കാണേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ. വേദപുസ്തകത്തിലെ സകല ധാർമ്മികമായ ഉപദേശങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും സ്വഭാവ സവിശേഷതയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ വീണ്ടെടുത്തിരിക്കുന്ന ദൈവം നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമാണ് നമ്മെ വീണ്ടെടുത്തത്. ദൈവം മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കാൻ കടന്നു വരും. അതുകൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ വചനമനുസരിച്ച് നടക്കുവാൻ ദൈവവചനം നമ്മോട് ആലോചന പറയുന്നു. നാം ഒരിക്കൽ ലോകത്തിൽ സാത്താൻ്റെ തടവുകാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് സാത്താനിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചത് കൊണ്ട് ഇനി സാത്താൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, ഡെഡ് ബോഡിക്ക് എങ്ങനെ ഈ ലോകത്തിലെ മണവും രുചിയും മറ്റു കാര്യങ്ങളും അനുഭവിക്കാൻ കഴിയും?
അതുപോലെയാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി. യേശു നമുക്ക് നൽകിയ വീണ്ടെടുപ്പിൻ്റെ വില എന്ന് പറയുന്നത് പാപപരിഹാര യാഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത്, അതാ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ഊനമില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടായിരുന്നു. സ്വന്തം ജീവൻ അവൻ നമുക്ക് നൽകി. പാപത്തെ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യേശുവിനെ പറ്റി പറയുന്നത്. പാപത്തെ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് ഒഴിച്ചു കളയുന്ന, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായും ഏറ്റെടുത്ത് മാറ്റിക്കളയുന്ന കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ സ്നാപകൻ തന്നെ വിളിച്ചത് യേശു തന്നെയും കളങ്കമോ ഊനമോ ഇല്ലാത്തവനായിരുന്നു. യേശു കടന്നു വരുമ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. എബ്രായർക്ക് ലേഖനം 4:15 7:26 ഇത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു പാപരഹിതന് മാത്രമേ മറ്റുള്ളവരെ പാപത്തിന് പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ. അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അനുസരണം പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് അവൻ്റേതായ പാപം ഉണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം സ്വന്തം പാപത്തിന് പരിഹാരമായേനെ, മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം വരികയില്ലായിരുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു ദൈവത്തോട് കൂടെ ആയിരുന്നു. ആ സമയത്ത് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് ഒരു പരിപാടി, പദ്ധതി തയ്യാറാക്കി. ദൈവം, എഫേസ്യർക്ക് ലേഖനം 1:4 അത് വായിക്കുവാൻ കഴിയും. ഇപ്പോൾ ആ പദ്ധതി ക്രിസ്തുവിലൂടെയുള്ള രക്ഷയായി നമുക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വലിയ പ്രത്യാശ, അന്ത്യകാലം എന്നത് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. അത് എബ്രായർ 1:2 കാണുവാൻ കഴിയും. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത് ആ യേശുവിനെ മറ്റരുടെ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തേജസ് നൽകിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ പ്രവൃത്തി മൂലം നമുക്ക് ഇനി ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. നാം വിടുവിക്കപ്പെട്ടിരിക്കുന്നു. മരിച്ചവരിൽ നിന്നുള്ള യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നാമും തേജസ്കരിക്കപ്പെട്ടു അവനോടുകൂടെ സ്വർഗത്തിൽ നിത്യജീവൻ പ്രാപിക്കും. ഇതാണ് നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം പരസ്പരം ഉറ്റ് സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ കൃപയിൽ നടക്കുവാനും വചനം നമ്മോട് പ്രത്യാശ പറയുന്നു. നിർവ്യാജ സ്നേഹത്താൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കണം. 22-23 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. നിർവ്യാജ സ്നേഹത്താൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നാം സ്നേഹിക്കണം. എങ്ങനെയാണത് അതിന് കഴിയുക? നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നാം നിർമ്മലീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കുക. യേശു പറഞ്ഞല്ലോ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെയാൽ കാണാത്ത സഹോദരനെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? നാം നമ്മുടെ സഹോദരനെ നിർവ്യാജ സ്നേഹത്താൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കണം. അവിടെ ആ സ്നേഹത്തിൽ സ്വാർത്ഥത ലവലേശം പോലും ഇല്ലാത്ത സ്നേഹമായിരിക്കണം. വിശ്വാസികളായ നാം എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നാം എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. നാം പ്രകൃത്യാ ഉള്ള സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ സഹോദരനെ എത്ര അധികം സ്നേഹിക്കണം. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും സഹോദരൻ എന്ന് പൂർണ്ണമായി കരുതിക്കൊണ്ട് സ്നേഹിക്കാനായിട്ട് ദൈവജനം നമ്മോട് ആലോചന പറയുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം നിർമ്മലീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിനി പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ്. ആത്മീയമായി വീണ്ടും ജനനം പ്രാപിക്കുന്നു.
വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. കെടുന്ന ബീജത്താലല്ല, ആത്മീയ ബീജത്താലത്രേ ജീവനും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഒരിക്കലും നശിക്കില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിത്യജീവൻ. നിത്യജീവൻ. ആ ജീവൻ ഒരിക്കലും നശിച്ചു പോകുന്ന ജീവനല്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നത് നിത്യമായ ജീവൻ. അതിന് മരണമില്ല. നിത്യമായ ആനന്ദം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ഇത് നമുക്ക് ലഭ്യമാകും. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, നാം നിർമ്മലീകരിക്കപ്പെടണം. അതായത് നമ്മുടെ പാപങ്ങൾ കഴുകി ക്ഷമിക്കപ്പെടണം. വെള്ളത്താലുള്ള നമ്മുടെ സ്നാനം ഇത് നടന്നു കഴിഞ്ഞു. രണ്ടാമത്തേത് വീണ്ടും ജനനം. ഒന്ന് നിർമ്മലീകരണം, അതായത് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പാപങ്ങളെ ക്ഷമിക്കുന്ന ആ പ്രവൃത്തി. രണ്ട്, വീണ്ടും ജനനം. നാം പുതിയ ആത്മീയ ജീവൻ നേടുന്ന പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. അപ്പോൾ ഒന്നാമത്തേത് പാപങ്ങൾ കഴുകി അത് ക്ഷമിക്കപ്പെടണം. രണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഒന്നാമത്തെ നടന്നാലേ രണ്ടാമത്തെ ലഭിക്കുകയുള്ളൂ. പാപത്തെ പൂർണ്ണമായും നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആലോചനയും നിയമവുമാണ് വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നടക്കാം. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഒഴിഞ്ഞു പോകാത്ത കർത്താവിൻ്റെ വചനം നമ്മെ നടത്തുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, എങ്ങനെ ഞങ്ങൾ നിർമ്മതരായിരിക്കണം, എങ്ങനെ ഞങ്ങൾ വിശുദ്ധരായിരിക്കണം, എങ്ങനെയാണ് നാം നമ്മുടെ പ്രത്യാശയിൽ നിലനിൽക്കേണ്ടത്, വീണ്ടും ജനിച്ച വ്യക്തിക്ക് എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഒരു നാളും മാറിപ്പോകുകയില്ല എന്ന് ചിന്തിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാനസാന്തരം ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല നടന്നു നിൽക്കുന്നത്. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ കർത്താവേ നടന്നുകൊണ്ടിരിക്കുന്ന മാനസാന്തരത്തെ ഞങ്ങൾ വളരെ വിലയേറിയതായി കാണുവാൻ, അതിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഞങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ അതിന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിച്ച് വിശുദ്ധരായി ജീവിച്ച് നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധയും ദൈവത്തിൻ്റെ പ്രസാദയാഗമായി നിരന്തരം സമർപ്പിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. മടക്കയാത്രയിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. ദൈവിക ദർശനത്തെ പ്രിയ മക്കൾക്ക് നൽകണമേ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ യാക്കോബ് കണ്ട ദർശനം കാണട്ടെ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഗോവണി, അതിൽ ദൂതന്മാർ കയറുകയും ചെയ്യുന്ന അനുഭവം പ്രിയ മക്കൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിശ്രമം കൊടുക്കണമേ കർത്താവെ. രാവിലെ അങ്ങയുടെ മുഖം കണ്ടുണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ പ്രവൃത്തികളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകും. ഇന്നാളുകളിൽ കൂടുതൽ കർത്താവിനോട് അടുത്തിരുന്ന് ദൈവത്തിൻ്റെ നന്മ അനുഗ്രഹവും പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നാം കേട്ട വചനത്തിൻ്റെ ഫലപ്രാപ്തിയോടും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളോടും അനുഗ്രഹത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിയുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ.